ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പമാണിത്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പത്തിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ഞാനിവിടെ മിക്സി ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രഷ് ഗ്രീൻ പീസാണ്. ഇതിന് പകരം ഫ്രോസൺ ഗ്രീൻ പീസും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് അരച്ചതുകൊണ്ടാണ് ഈ മാവിന് ഒരു ഗ്രീൻ കളർ ഉള്ളത്. ഈ അരച്ചെടുത്ത മാവ് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മാവിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഇതിലേക്ക് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കാതെ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ മാവ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പം 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അപ്പം ചുട്ടെടുക്കാൻ. ഞാനിവിടെ 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ലൈറ്റ്ലി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പത്തിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്പാച്ചുല വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്ലൈറ്റ്ലി പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പത്തിൻ്റെ 2 സൈഡും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മൾ സിമ്പിളായിട്ടുള്ള സോഫ്റ്റ് ആൻഡ് ഹെൽത്തി അപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് അപ്പം റെഡിയാക്കി എടുക്കാം. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്.